രാമായണ മാസത്തിൽ നമുക്കൊരു രാമക്ഷേത്രം തന്നെ തൊഴുതേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പൊൻകുഴി അമ്പലത്തിലേക്കാണ് കേട്ടോ. മുത്തങ്ങയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ പോയാൽ പൊൻകുഴി അമ്പലം എത്തും. എല്ലാവർക്കും അറിയുന്നതാണ്. പൊന്നു വിളയുന്ന നാടാണ് പൊൻകുഴിന്നായി മാറിയത്. അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അത്. പോകുന്ന വഴിയൊക്കെ നല്ല റോഡും നല്ല കാഴ്ചകളുമാണ്. പാർക്കിങ്ങിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ റോഡിൻ്റെ ഒരു വശത്ത് ശ്രീരാമക്ഷേത്രവും നേരെ എതിർവശത്തായിട്ട് ഹനുമാൻ്റെ ക്ഷേത്രമാണ് കേട്ടോ ഉള്ളത്. പൊൻകുഴി അമ്പലത്തിലേക്ക് ഏറിയ ആളുകളും എത്തുന്നത് ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെയുള്ള പുഴയിൽ ബലിതർപ്പണ കർമ്മങ്ങളൊക്കെ ദിവസവും നടക്കാറുണ്ട്. കാടിൻ്റെ അങ്ങോട്ടേക്ക് ഈ പുഴ കഴിഞ്ഞാൽ കാടാണ് കേട്ടോ. കാടായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടാവും. നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പുറത്തെ വശത്തേക്ക് മാനുകളൊക്കെ കയറി വരും കേട്ടോ. പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ പച്ചക്കാടിൻ്റെ നടുവിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു അമ്പലം. നല്ല ശാന്തതയാണ്. അങ്ങനെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ അമ്പലം തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്പുറത്തുള്ള ഹനുമാൻ്റെ അമ്പലത്തിലും കൂടി ഒന്ന് പോവാം. സീതാദേവീനെ കാട്ടിൽ കൊണ്ടാക്കി ലക്ഷ്മണൻ കൊണ്ടാക്കിയത് ഈ സ്ഥലമാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അങ്ങനെ സീതാദേവി ദുഃഖിച്ചിരുന്നിട്ടുള്ള ഒരു ആൽമരവും ആൽത്തറയും ഒക്കെ ഈ അമ്പലത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. വയനാട്ടിലെ പല സ്ഥലങ്ങളും രാമായണവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണേ. ഈ കാണുന്ന ആൽത്തറയാണ് സീതാദേവി ദുഃഖിച്ചിരുന്ന ആൽത്തറയാണ് എന്ന് പറയപ്പെടുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെയൊരു ചിറയുണ്ട്. ഇത് സീതാദേവിയുടെ കണ്ണുനീര് വീണ് ചിറയായത് എന്നാണ് പറയുന്നത്. ഈ ചിറയിലെ വെള്ളം ഒരിക്കലും വറ്റുകയില്ല. രാമക്ഷേത്രങ്ങളിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് പ്രസാദമായിട്ട് തരിക അവിലാണ് കേട്ടോ. രാമായണ മാസത്തിൽ പൊൻകുഴി അമ്പലത്തിൽ എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. അതല്ലാതെ ശബരിമല സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തീർത്ഥാടകർക്ക് വന്ന് താമസിക്കാനും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊക്കെയുള്ള സൗകര്യം കൂടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്നതല്ല, ഞങ്ങൾ നേരെ വീരപ്പൻ്റെ അമ്പലം എന്ന് പറയുന്ന ഗോപാൽ സ്വാമി പേട്ടിലേക്കാണ് പോയത്. ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ തുടരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെ യാത്രകളുടെയും വ്ളോഗിംഗ് ആണ്, കുക്കിങ്ങിൻ്റെയും വീഡിയോകളൊക്കെ ഉണ്ടാവും. താല്പര്യം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇദ്ദേഹം ഗോപാൽ സ്വാമി പേട്ടിലുള്ള വാദ്യം വായിക്കുന്ന ആളാണ് കേട്ടോ.